നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കാണാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി ക്ലാസ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടവർക്കറിയാം, നമ്മൾ സ്പെഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഒഫീഷ്യലി നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ക്ലാസ് തുടങ്ങുന്നു എന്ന്. എല്ലാവർക്കും അറിയാം, തുടക്കം തൊട്ട് ഏകദേശം 1000 സബ്സ്ക്രിപ്ഷനോട് കൂടി തന്നെ എൻ്റെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടാണ് തീവ്രമായിട്ടുള്ള പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പ്രിലിംസിൻ്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പോഴും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രിലിംസിന് കട്ട് ഓഫ് കടക്കുക എന്നുള്ളതാണ്. കട്ട് ഓഫ് കടക്കാത്തത് കൊണ്ട് തന്നെ കുറേ പേര് പഠിക്കാൻ തന്നെ പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഡിഗ്രി ലെവൽ ഒരു സ്വപ്നമാണെങ്കിൽ പോലും എനിക്ക് പ്രിലിംസ് കടക്കാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പാതി മനസ്സിൽ പഠിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട്. ഉപേക്ഷിച്ച മട്ടുണ്ട് പ്രിലിംസിൻ്റെ റിസൾട്ട് വരട്ടെ, ചിലപ്പോഴെങ്ങാനും ഞാൻ കടന്നാൽ അന്ന് തൊട്ട് പഠിച്ചു തുടങ്ങാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ പ്രിലിംസിൻ്റെ കാര്യം നമുക്കിപ്പം നിങ്ങൾ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് കടക്കുമോ ഇല്ലയോ, എന്തായിരിക്കും കട്ട് ഓഫ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പല പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നപ്പോഴും കുറച്ച് കട്ട് ഓഫ് ഉയർത്തിയിട്ടാണ് PSC പുറത്തു വിട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവർക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് കുറച്ച് കടുകട്ടിയായിരുന്നു. അപ്പോൾ ഇവർ ഈ 40 മാർക്കിന് മണ്ടയ്ക്കോട്ടൊക്കെ ആണെങ്കിൽ പോലും അതിനകത്ത് എത്ര പേരെ കയറ്റാൻ പറ്റും? ഇനി എക്സാം ഒക്കെ എളുപ്പമായിരുന്നു, പ്രിലിംസ് കടക്കും 50, 40 എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് പ്രശ്നം തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ 15 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് 14 മാർക്ക്, അല്ലെങ്കിൽ 10 മാർക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ചിലർക്ക് 20, 25, 30 റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരും, ഞാൻ ചോദിക്കുന്നവരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെ ഇവർക്ക് മാത്രം എന്തോ ഇത്രയും മാർക്ക്, ഇവർ മാത്രം എങ്ങനെ കയറി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSC ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. നമുക്കറിയാൻ കഴിഞ്ഞിട്ടാണ് ഒരുപാട് കുട്ടികൾ KSന് വേണ്ടിയിട്ടും UPSCക്ക് വേണ്ടിയിട്ടും ഒക്കെ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ച് പേര് അത് ഉപേക്ഷിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കോമൺ ആയിട്ട് ബേസ് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റിനോട് എഴുതാനുള്ള ഒരു ബേസ് ഉണ്ട്. അവരെ പോലെയുള്ള കുട്ടികൾക്ക് 40 മാർക്ക് എന്ന് പറയുന്നത് അവർക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന മാർക്കാണ്. എല്ലാവർക്കും അല്ല പറയുന്നത്, നല്ല രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഒരു 40 മാർക്ക് കട്ട് ഓഫ് ഇതിന് കിട്ടിക്കാണും. അത് കള്ളമല്ല ആരോടും പറയുന്നത്, കിട്ടിക്കാണും. അപ്പോൾ കേരളത്തിൽ ഇത്രയും ആൾക്കാരെ 40, 50 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സംശയമാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരുപാട് അങ്ങ് ഉയരത്തില്ല എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. ആർക്കും അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു ചാനലുകാർക്കും അല്ലെങ്കിൽ പുറമേ നിൽക്കുന്ന ഒരാൾക്കും അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. കാരണം അത് PSCയുടെ ഉള്ളിൽ നടക്കുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, റിസൾട്ട് വന്നു കഴിയുമ്പം ഇപ്പം 42 എക്സാംസ് 12 ഘട്ടമായിട്ടായിരിക്കും ഡിഗ്രി ലെവൽ നടത്താൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 12 ഘട്ടം നടത്തണമെങ്കിൽ കുട്ടികൾ വേണമല്ലോ, 42 എക്സാംസിന് ആളും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും അവോയ്ഡ് ചെയ്താൽ അവർക്ക് മുന്നോട്ട് പോകാൻ ഒക്കില്ല. അപ്പോൾ കുറേ പേരെയൊക്കെ കയറ്റുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇനിയും പറ്റാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവരും ഇപ്പോൾ 100 പേര് ഡിഗ്രി ലെവലിൽ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 40%, 30% പോലും 100% കൊടുത്ത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് ഒന്ന് മങ്ങി നിൽക്കുവാണ്. കാരണം ഡിഗ്രി ലെവൽ മെയിൻസ് എന്ന് പറയുന്നത് നല്ല കടുകട്ടി ചോദ്യമായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഈസി ആക്കുമോ എന്നും അറിയത്തില്ല, എന്നാലും ഒരുവിധം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കാൻ പോകുന്നത്. പിന്നെ സിലബസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. ഇത്രയും എക്സാംസിനും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ടോപ്പിക്സിനകത്ത് കുറേ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും നാളും +2 ലെവൽ മെയിൻസും ഡിഗ്രി ലെവൽ പ്രിലിംസും എല്ലാ സമയത്തും തന്ന സിലബസിൽ നിന്നും അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങളിലൂടെ PSC ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ അഡീഷണൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന കേരള ഹിസ്റ്ററിക്കകത്ത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ റെപ്പറ്റേറ്റീവായിട്ട് ഒരു 2-3 വർഷമായിട്ട് ഈ സിലബസ് തന്നെയാണ് എല്ലാ പരീക്ഷയ്ക്കും കാണുന്നത്. അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്കണോമിക്സിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് GST ഇൻ ഇന്ത്യ, അതുപോലെ GSTയുടെ ബെനിഫിറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിനറൽസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, അതുപോലെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ എടുത്തു തരുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിക്കണമെന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുന്ന സമയത്ത് നല്ല വാസ്റ്റ് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പഠിക്കുന്ന ആൾക്ക് 10 മാർക്കാണെങ്കിൽ 10 മാർക്കും ഷുവറാണ്. കാരണം അത്ര ഈസി ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതും. അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ തന്നെ നമുക്ക് ഒരുവിധം അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് അത് വിട്ട് കളയരുത്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നല്ല വാസ്റ്റ്
ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്രാവശ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളതുമാണ്. ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയും പ്രിയാമ്പിളും സിറ്റിസൺഷിപ്പും ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പല ചാനലിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നോട്ടും കാണും. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം തൊട്ട് തന്നെ പഠിച്ചു പോകണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റിയിട്ട് A to Z പോയിന്റ്സ്, അതായത് എല്ലാ പോയിന്റ്സും, ലക്ഷ്മികാന്തിൻ്റെ ഒക്കെ ബുക്ക് വെച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും, അതുപോലെ കറണ്ട് അഫെയർസ്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസ് എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് 2019 2020 2021 2022 എപ്പോഴെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അമെൻമെന്റ്സിനെ പറ്റിയിട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ അതുകൂടെ പഠിച്ചു പോകണം. അത് ഡിഗ്രി ലെവലുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഡിഗ്രി ലെവലിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കാസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, KASന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കറണ്ട് അഫെയർസും കൂടെ കൊണ്ടുപോകുന്നതിനകത്ത് വലിയ രീതിയിലൊരു ഉപകാരം ചെയ്യും. പിന്നെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കുണ്ട്. ആ പുതിയ ടോപ്പിക്കിനകത്തും കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഇതുവരെ ചാനലിൽ ചെയ്തിട്ടില്ലാത്ത പുതിയ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഒന്നും നമ്മൾ തന്നിട്ടില്ല. അപ്പോൾ ഡിഗ്രി ലെവലിന് ചോദിക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ്, ഇപ്പോൾ ക്വാസി ജുഡീഷ്യൽ ബോഡിയെ പറ്റിയിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത് ഇന്ന കാര്യങ്ങളാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായതേത് അല്ലെങ്കിൽ ശരിയായതേത് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ആ സമയത്ത് എന്താണ് ഇതെന്നറിയാതെ, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനങ്ങൾ, ഫിനാൻസ് കമ്മീഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ട്രിബ്യൂണൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പറയുന്നത് താഴെ പറയുന്നതിൽ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ അണ്ടറിൽ വരാത്ത സ്ഥാപനം അല്ലെങ്കിൽ ഏജൻസി ഏതാണ്, അപ്പോൾ വരുന്നത് ഏതാണ്, വരാത്തത് ഏതാണ്, അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡി കോടതിക്ക് സാമ്യമുള്ള ഒരു സാധനമാണ്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താണ് എന്നറിയാൻ വയ്യാത്ത ഒരാൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ വൃത്തിയായിട്ട് അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്ന ആൾക്കാർ, സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി. അല്ലാത്തവർ ചുമ്മാ നേരം കളയുക എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പം വിഷമം തോന്നിയാലും സാരമില്ല, അതാണ് സത്യം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ആദ്യം പറയാം. ഫിസിക്സ്, കെമിസ്ട്രി അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിലും ഇനി പഠിക്കാനുള്ള ടോപ്പിക്സ് ആണെങ്കിലും നമ്മളൊരു ഓർഡറിൽ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ 1-2 കമൻറ്റ് രാഹുലാണെന്ന് തോന്നുന്നു, 1-2 കമൻറ്റൊക്കെ ഞാൻ കണ്ടു. അടുക്കും ചിട്ടയോടുകൂടി പഠിച്ചു വന്നതായിരുന്നു. ഇപ്പം ചാനലിനകത്ത് അത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വന്ന ഈ മാറ്റങ്ങളുണ്ടല്ലോ. അപ്പം നമുക്ക് SCRT കവർ ചെയ്യാതെ മാർഗ്ഗമില്ലായിരുന്നു. അതുകൊണ്ടാണ് SCRT ഒരു അടുക്കും ചിട്ടയോടുകൂടി കൊണ്ടുവന്നത്. അതിനി നിർത്താനും പോകുന്നില്ല. +1 +2 ഒക്കെ ഡിഗ്രി ലെവൽ മെയിൻസിനൊക്കെ ആവശ്യമാണ്. +1 +2 ഉറപ്പായിട്ടും കവർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലേലിസ്റ്റും ഇടയ്ക്ക് ഇങ്ങനെ പോകും. കൂട്ടത്തിൽ ബോർഡയിൽ ക്ലാസ്സും എടുത്തു പോകും ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ. അപ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോട്ട് നമ്മൾ തുടങ്ങുകയാണ്. എന്നോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നോട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നോട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമ്പം വരട്ടെ. ഒരുവിധം കോൺഫിഡൻസ് ഉള്ള എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഇന്നോട്ട് തന്നെ തുടങ്ങാം. ടൈം ടേബിളിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല, ഉടൻ തന്നെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.